എസ് വിജയകുമാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലായിരുന്നു പ്രധാനമന്ത്രി. അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തുമ്പോൾ ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്, ദേശീയ മാധ്യമങ്ങളിലടക്കം ഇംഗ്ലീഷ് ലേഖനം, അതുപോലെ തന്നെ തമിഴ് പത്രങ്ങളിൽ തമിഴിൽ പ്രധാനമന്ത്രിയുടെ ലേഖനം വരുന്നു, മോദിയുടെ ലേഖനം വരുന്നു, വിജയകാന്തിനെ അനുസ്മരിച്ചുകൊണ്ട്. DMDK BJPയുടെ സഖ്യകക്ഷിയാക്കാനുള്ള നീക്കങ്ങളിലേക്ക് അവർ നീങ്ങുന്നതിൻ്റെ സൂചന എന്ന രാഷ്ട്രീയ വിലയിരുത്തലുണ്ടായി. അപ്പോൾ ഒരു സ്ഥലത്തെത്തുകയും അവിടെ സൂക്ഷ്മമായി BJPയുടെ രാഷ്ട്രീയ സാധ്യതകൾ എത്ര എന്ന കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്നു നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ. കേരളത്തിലെത്തുമ്പോൾ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ തന്ത്രം പ്രയോഗിക്കുന്നതിൽ മോദി എന്തെങ്കിലും ഒരു മുൻകൈ എടുത്തതായി തോന്നുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന്? വേണു, അതിൽ എനിക്ക് തോന്നുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ BJPയുമായി അടുപ്പിക്കുക, BJPക്കൊപ്പം നിർത്തുക എന്നത് വളരെ ദീർഘകാല അടിസ്ഥാനത്തിൽ BJP തുടങ്ങി വെച്ച ഒരു രാഷ്ട്രീയ സമീപനമാണ്. നമ്മൾ അതിനെ ഇന്ന് നടക്കും അല്ലെങ്കിൽ നാളെ നടക്കും എന്ന മട്ടിൽ കാണാതെ വളരെ വിശാലമായി അതിനെ കാണേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന ഒരു വലിയ ക്യാൻവാസാണ് ഡൽഹിയിലും അല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെയായി BJP രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈസ്റ്റർ ദിനത്തിലെ പള്ളി സന്ദർശനം, ക്രിസ്മസ് ദിനത്തിലെ വിരുന്ന്, കേരളത്തിലെ BJP നേതാക്കൾ ഈസ്റ്റർ ദിനത്തിലും ഈ ക്രിസ്മസ് ദിനത്തിലും നടത്തിയ ക്രൈസ്തവ ഭവന സന്ദർശനം, JP നദ്ദ ഇത്തവണ ക്രിസ്മസിന് ഡൽഹിയിലെ പ്രധാനപ്പെട്ട കത്തോലിക്ക ദേവാലയം സന്ദർശിച്ചത്, അതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി ആ വിരുന്നിൽ പങ്കെടുത്തവരെക്കുറിച്ചും അതിലെ നടത്തിയ അഭിപ്രായ പ്രകടനത്തെക്കുറിച്ചും മാത്രമാണ് അതിൽ പരാമർശിച്ചത്. ഏതെങ്കിലും തരത്തിൽ മണിപ്പൂർ പോലെയുള്ള അങ്ങേയറ്റം കത്തി നിൽക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പ്രധാനമന്ത്രി പറഞ്ഞാൽ അതിന്മേലുള്ള തുടർ ചർച്ചകളാകും ഉണ്ടാവുക. അത് BJPക്ക് അനുകൂലമാകണമെന്നില്ല. BJPക്ക് ഇപ്പോഴുള്ള അവരുടെ അന്തരീക്ഷം, ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ കേരളത്തിലുണ്ടെന്ന് BJP കരുതുന്ന അന്തരീക്ഷം അത് വഷളാക്കുകയുള്ളൂ. അതുകൊണ്ട് ആ വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഏറെക്കുറെ മൗനം പാലിച്ചു എന്നത്, പക്ഷേ അവരെ പരിഗണിച്ചു. ഈ ക്രിസ്മസ് ദിനത്തിലെ കാര്യങ്ങളൊക്കെ പറയുകയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ BJPയുടെ നേട്ടം, BJP ആ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ മേഖലയിൽ നടത്തുന്ന അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വളർച്ച അത് പരോക്ഷമായി അല്ലെങ്കിൽ അത് പരാമർശിച്ചു പോവുക മാത്രമാണ് ചെയ്തത്. അതിന്മേൽ എന്തെങ്കിലും കൂടുതൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഗുണത്തേക്കാൾ അധികം ദോഷമുണ്ടാക്കുമെന്നത് നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിന് അറിയാം. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയുന്നവർ അദ്ദേഹത്തിന് ആ നിലയ്ക്കുള്ള ഉപദേശവുമായിരിക്കാം നൽകിയിട്ടുണ്ടാകുക എന്നാണ് ഞാൻ കരുതുന്നത്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് തന്ത്രപരമായ നീക്കം കൂടിയായി വേണം, അല്ലെങ്കിൽ തന്ത്രപരമായ സമീപനം കൂടിയായി വേണം അതിനെ വിലയിരുത്തേണ്ടത്. അതല്ലാതെ അതിലേതെങ്കിലും തരത്തിൽ കേരളത്തിലൊരു വിശദീകരണം നൽകിയാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിൻ്റെ ഒറ്റ നിലപാടാണ് സ്വീകരിക്കുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ അത് ചൂടേറിയ ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്മേൽ എന്തെങ്കിലും കൂടുതൽ വിശദീകരണം നൽകിയാൽ അത് ഗുണത്തേക്കാൾ അധികം ദോഷമുണ്ടാകുമെന്ന് തിരിച്ചറിവ് കൂടി പ്രധാനമന്ത്രിക്ക് ഉള്ളതുകൊണ്ടാവാം അതിന്മേൽ ഒരു പൊതിഞ്ഞുള്ള പരാമർശം മാത്രമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ആ വിവാദത്തിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ ചർച്ച കേരളത്തിൽ നടക്കുന്നത് BJPക്ക് ഗുണം ചെയ്യില്ല എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നല്ല ബോധ്യം കൂടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴത്തെ അന്തരീക്ഷം വഷളാകാതെ നോക്കുക എന്നൊരു ഉത്തരവാദിത്വം ഈ പ്രസംഗത്തിൽ നമുക്ക് കാണാം. ഒരു കാര്യം കൂടിയുള്ളത് വേണു, ഈ മണിപ്പൂർ വിഷയം ഇങ്ങനെ വളരെ ഗൗരവമുള്ള ചർച്ചയായി നിൽക്കുന്ന ഘട്ടത്തിലും പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ക്രിസ്മസ് വിരുന്നിലേക്ക് സഭാ നേതൃത്വം എത്തി എന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് മാത്രമല്ല സംസ്ഥാന ഘടകത്തിന് കൂടി ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ തുടർ നീക്കങ്ങൾ, തുടർ ചർച്ചകളൊക്കെ പലതരത്തിൽ നേരിട്ടും അല്ലാതെയും ഒക്കെ നടക്കുമെന്ന്. പക്ഷേ വിജയകുമാർ പറയുകയുണ്ട്, ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയാൽ പിന്നെ അതേ ചൊല്ലിയുള്ള തുടർ ചർച്ചകൾക്ക് അത് വഴിവെക്കും, അത് BJPയെ പ്രതിരോധത്തിലാക്കാനിടയുണ്ട്, അതിൻ്റെ മുൻകരുതലാണ് പ്രധാനമന്ത്രി കൈക്കൊണ്ടതെന്ന്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലൊരു വിവാദം ഉണ്ടായല്ലോ. ആ ഘട്ടത്തിൽ എന്താണ് ഇവിടുത്തെ ബന്ധപ്പെട്ട മന്ത്രി ചെയ്തത്? ആ വിഷയത്തിൽ പിന്നീട് തിരുത്തൽ വരുത്തുന്നു, അത് ഖേദപ്രകടനം നടത്തുന്നു, അതോടെ ആ വിഷയം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ ക്രിസ്തീയ സമൂഹത്തിന് മുന്നിലുണ്ട്. ഒരു കൂട്ടർ നിതാന്ത മൗനത്തിലേക്ക് പോകുന്നു, ഉത്തരവാദിത്വത്തോടെ ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ഇടപെട്ടില്ല, അത് മനുഷ്യക്കുരുതിക്ക് വഴിവെക്കുന്നു, ആ കാര്യത്തിൽ നിരന്തരമായി ആ ആശങ്ക അറിയിച്ചിട്ടും ആ കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നു. മറ്റൊരു കൂട്ടർ ഇതുമായി ബന്ധപ്പെട്ടൊരു വിവാദം വരുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു വീൺവാക്കുണ്ടായെങ്കിൽ ആ കാര്യത്തിൽ തിരുത്തി മുന്നോട്ട് പോകുന്നു, ഉടനെ തന്നെ സൗഹാർദ്ദത്തോടെ സഭാ നേതൃത്വം അതിനോട് അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നില്ലേ? അല്ല, സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ചതുകൊണ്ട്
തീർന്നു എന്ന നിരീക്ഷണം എത്രത്തോളം നിലനിൽക്കും എന്ന് എനിക്ക് സംശയമുണ്ട്. അതിന് തുടർന്നും ഇന്ന് ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന്റെ പ്രതികരണമൊക്കെ വന്നിരുന്നു. അത് തന്നെയുമല്ല, അതിന്മേൽ അങ്ങനെ സജി ചെറിയാൻ പറഞ്ഞത് അത് പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിലേക്ക് ഈ സഭാ നേതൃത്വം ഒന്നാകെ പോയത് എന്നൊരു നിരീക്ഷണം എത്ര വസ്തുതാപരമാണ് എന്നതിലും എനിക്ക് ഉദ്ദേശിച്ചത് ഇന്നത്തെ വിരുന്നിനെ തന്നെയായിരുന്നു. ഈ കാര്യത്തിൽ മാറ്റം ഉണ്ടായില്ലെങ്കിൽ സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് അതാണ്. അതെ, അത് കേവലം വിരുന്നിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സജി ചെറിയാൻ ആ പ്രസ്താവന പിൻവലിച്ചു എന്നതുകൊണ്ട് സജി ചെറിയാന്റെ പ്രസ്താവന അപ്പാടെ സ്വീകരിച്ചു സഭകൾ, ഇനി അതിന്മേൽ കൂടുതൽ പ്രതികരണമില്ല, വിവാദമില്ല എന്ന നിലപാട് സ്വീകരിച്ച് അധ്യായം എന്നേക്കുമായി അടച്ചുപൂട്ടി എന്ന വിലയിരുത്തൽ എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല. അക്കാര്യത്തിൽ വളരെ കടുത്ത നിലപാട് തന്നെ ക്രൈസ്തവ സഭയ്ക്കുണ്ടായിരുന്നു. സർക്കാരുമായി സഹകരിക്കില്ല എന്നത് ഒരു ഭീഷണിയുടെ, ഒരു താക്കീതിന്റെ, ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിലാണ് ഇന്നലെ. സാധാരണഗതിയിൽ ആ മട്ടിൽ ഒരു പ്രതികരണം നടത്തുന്ന യാളല്ല മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമിക്സ് കാതോലിക്ക ബാവ കർദിനാൾ എന്ന് നമുക്കറിയാം. അദ്ദേഹം ആ നിലയിൽ ഏത് സമയത്തും സമവായത്തിന്റെ, അത് കേന്ദ്ര സർക്കാരുമായും സംസ്ഥാന സർക്കാരുമായും ഒരേ സമയം സമവായത്തിന്റെ അന്തരീക്ഷത്തിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും ഒക്കെ ഒരേപോലെ സമവായത്തിന്റെ വാതിൽ തുറന്നിടുന്നയാളാണ് ക്ലിമിക്സ് കാതോലിക്ക ബാവ. അദ്ദേഹത്തിൽ നിന്നാണ് ഇത്ര കടുത്ത ഒരു പരാമർശം, അതായത് സർക്കാരുമായി ഇത് പിൻവലിച്ചില്ലെങ്കിൽ സഹകരിക്കില്ല എന്നൊരു മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെ പ്രതികരിച്ചത് അത് മറ്റൊരു തരത്തിലുള്ള സവിശേഷമായ സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിജയകുമാറാണ് ഇന്ന് മോദി നടത്തിയിട്ടുള്ള, നരേന്ദ്രമോദി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ അതിന്റെ രാഷ്ട്രീയ ഭാഗങ്ങൾ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.